എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും അനശ്വരമായ പ്രണയകഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഞാനും ഇതിനു മുമ്പ് കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള കഥയാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള കഥകളിലും വായിച്ചിട്ടുള്ള കഥകളിലും ഒന്നും എനിക്ക് അനുഭവപ്പെടാത്ത ഒരു നൊമ്പരം ഈ കഥയെക്കുറിച്ച് വിമൽ ചെയ്ത ഒരു ഹാഫ് ആൻ അവർ ഡോക്യുമെന്ററിയിൽ എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിമലിനോട് ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ എന്റെ സമ്മതം പറയുന്നത്. അതിനെ തുടർന്ന് 2-3 പ്രാവശ്യം കാഞ്ചന ചേച്ചിയുമായിട്ട് സംസാരിക്കാൻ ഇടയാവുകയും വിമലിന്റെ തിരക്കഥ വായിക്കാൻ ഇടയാവുകയും ചെയ്തപ്പോൾ എനിക്കൊരു വലിയ ഒരു പ്രതീക്ഷയുള്ളത്, ഒരു സിനിമയുടെ വിജയപരാജയം ഒരിക്കലും നിർണ്ണയിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ അത് ഒരു നല്ല സിനിമയാണോ എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ലാത്തൊരു സിനിമയാണ്. ഈ സിനിമയിൽ കാൽപ്പനികമായിട്ടോ സാങ്കല്പികമായിട്ടോ ഒന്നുമില്ല. ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കഥാ സാഹചര്യങ്ങളും കഥാമുഹൂർത്തങ്ങളും കഥാപാത്രങ്ങളും എല്ലാം തന്നെ ജീവിച്ചിരുന്നതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും പലതും ഫസ്റ്റ് അക്കൗണ്ട് ആണ്. അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സിനിമ അസാധാരണമാകുന്നത് ഇത് ശരിക്കും ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാരുടെ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ നടന്നൊരു കഥയാണ് എന്ന വസ്തുതയാണ് ഈ സിനിമയെ അസാധാരണമാക്കുന്നത്. ഇങ്ങനൊരു പ്രണയകഥ സിനിമയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പൂർണ്ണമാകാൻ സാധിക്കാതെ പോയ ഒരു പ്രണയത്തിന്റെ കഥ പറഞ്ഞ ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ അസാധാരണമാകുന്നത് ശരിക്കും നടന്ന ഒരു കഥയാണ് എന്നുള്ളത് ആ കഥയിലെ പ്രധാന കഥാപാത്രമായ കാഞ്ചനമാല എന്ന ആ പ്രണയത്തിന്റെ പ്രതീകം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. കാഞ്ചന സിനിമയിൽ അഭിനയിക്കുന്ന പാർവതിയാണ്. ഇത് കാഞ്ചന ചേച്ചിയുടെ ഫസ്റ്റ് അക്കൗണ്ട് സ്റ്റോറിയാണ്, ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട് സ്റ്റോറിയാണ്. കാഞ്ചന ചേച്ചി തന്നെ വിമലിനോട് പറഞ്ഞ കാര്യങ്ങൾ ആണ് ഈ സിനിമയുടെ അടിസ്ഥാനം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വളരെ പ്രൊആക്റ്റീവായിട്ട് നല്ല സിനിമ ചെയ്യണം എന്ന ധാരണയോടുകൂടി മുന്നോട്ട് വന്ന ഒരു നിർമ്മാതാവ് ഈ സിനിമയുടെ പിന്നിലുണ്ട്, സുരേഷ്. ആദ്യമായി ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഈ സിനിമയാകണമെന്ന് തിരിച്ചറിവുണ്ടായതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷം. സുരേഷ് പ്രൊആക്റ്റീവ് എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഷൂട്ടിങ്ങിനായി ലണ്ടനിൽ നിൽക്കുമ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ലണ്ടനിൽ വന്ന് എനിക്ക് അഡ്വാൻസ് തരാൻ വന്ന ആളാണ്. അന്ന് ഞാനത് വാങ്ങിച്ചില്ല, കാരണം എനിക്ക് വളരെ നേരത്തെ പൈസ വാങ്ങിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പൊ അങ്ങനെ ഈ സിനിമയ്ക്ക് പുറകെ നിൽക്കുന്ന ഒരു നിർമ്മാതാവാണ്. ഒരു വലിയ സന്തോഷം എനിക്കുള്ളത് ഈ സിനിമയുടെ ടെക്നീഷ്യൻസും ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ സിനിമയോട് കാണിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഈ സിനിമയോട് കാണിക്കുന്ന ഒരു താല്പര്യം, അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് മറ്റൊന്നുമല്ല, ഇത് ഞാൻ ആദ്യം വിമൽ ഈ സിനിമയുടെ കഥ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിമൽ ഇതൊരു അവാർഡ് ജൂറിയുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സോ കോൾഡ് പാരലൽ സിനിമയായി ഈ കഥ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ കാഞ്ചന ചേച്ചിയോടും മൊയ്തീനോടും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സമർപ്പണം എന്ന് പറയുന്നത് ഇത് കോടിക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാക്കുക എന്നുള്ളതാണ്. ഈ കഥ ജനങ്ങൾ അറിയണം. ഈ കഥ കേരളത്തിലെ ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് കാഞ്ചനയെയും മൊയ്തീനെയും ജനങ്ങൾ അറിയണം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യം നിർവഹിക്കാനുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണം. ഇന്നിവിടെ വന്നെത്തിയതിൽ എല്ലാവർക്കും എന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.